നായ്ക്കളിലെ പാമ്പ് കടി അഥവാ സ്നേക്ക് ബൈറ്റ് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പാമ്പുകൾ രണ്ട് വിധമുണ്ട്: ന്യൂറോടോക്സിക്, ഹീമോടോക്സിക്. ന്യൂറോടോക്സിക് എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥ അഥവാ നെർവസ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. ഹീമോടോക്സിക് എന്ന് പറയുന്ന വിഷം രക്തത്തെയും കരളിനെയും കിഡ്നിയും ഒക്കെയാണ് ബാധിക്കുന്നത്. ഹീമോടോക്സിക് സ്നേക്ക് പൊതുവേ നമ്മുടെ നാട്ടിൽ വൈപ്പറാണ്. സാസ്കെയിൽഡ് വൈപ്പർ, റസൽസ് വൈപ്പർ, ഈ രണ്ട് സ്നേക്കുകളാണ് ഹീമോടോക്സിക് സ്നേക്സ്. ന്യൂറോടോക്സിക് സ്നേക്സ് രണ്ടെണ്ണമാണ്: കോബ്ര, പിന്നൊന്ന് ക്രെയിറ്റ്. ഇത് രണ്ടും ന്യൂറോടോക്സിക്കാണ്. ഈ രണ്ടിനെയും തിരിച്ചറിയാൻ പറ്റുന്നത് രണ്ട് വിധത്തിലാണ് ക്ലിനിക്കൽ സയൻസ് ഉണ്ടാക്കുന്നത്. ക്രെയിറ്റിൻ്റെ കടി വളരെ റെയറാണ്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് വൈപ്പറിൻ്റെ കടിയാണ്. പാമ്പ് കടിക്കുന്നതിന് നമ്മൾ ടെക്നിക്കലി സ്നേക്ക് എൻവനമേഷൻ എന്നാണ് പറയുന്നത്. സ്നേക്ക് വനം എന്ന വാക്കാണ് സ്നേക്ക് പോയ്സൺ എന്ന വാക്കിനേക്കാൾ കൂടുതൽ ഉത്തമം. അപ്പോൾ സ്നേക്കിൻ്റെ വനം കയറുന്നതിന് സ്നേക്ക് എൻവനമേഷൻ എന്നാണ് പറയുന്നത്. വൈപ്പർ എൻവനമേഷനാണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. അത് രക്തത്തെയും രക്തചംക്രമണ വ്യൂഹത്തെ, അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്നത് കൊണ്ട് അത് കൂടുതലും കിഡ്നിയെ അപായപ്പെടുത്തും. കിഡ്നിക്ക് പെട്ടെന്ന് തന്നെ കേടുവരും. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് കയറും. അതുപോലെ തന്നെ ന്യൂറോടോക്സിക് സ്നേക്സ് ആയിട്ടുള്ള ക്രെയിറ്റും കോബ്രയും കടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തലച്ചോറിനെ ബാധിക്കുന്നത് കാരണം ഈ ഹീമോടോക്സിക് ആയിട്ടുള്ള വൈപ്പർ കടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യനെ പാമ്പ് കടിക്കുന്നതും ഡോഗ്സിനെ പാമ്പ് കടിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മനുഷ്യൻ മിക്കവാറും പാമ്പ് കടിക്കുന്നത് ആ പാമ്പ് വഴിയിൽ കിടക്കുമ്പോൾ ആ മനുഷ്യൻ അതുവഴി നടന്നു പോയി എങ്ങാനും അബദ്ധത്തിൽ കയറി അതിനെ ചവിട്ടുമ്പോഴോ അല്ലെങ്കിൽ അതിന് അടുത്തോട്ട് പോകുമ്പോഴോ പ്രാണരക്ഷാർത്ഥം പെട്ടെന്ന് കടിക്കുന്നതായിരിക്കും. അതിൽ പാമ്പിൻ്റെ വെനം സാക്കിൽ അധികം വെനം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ഉള്ള കടികളിൽ സബ്ലീത്തൽ എൻവനമേഷൻ, അതായത് ഡോസ് ഓഫ് വെനം കുറവായിരിക്കും. എന്നാൽ നായ്ക്കളും ഡോഗ്സും പാമ്പുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ തികച്ചും വ്യത്യസ്തമാണ്. ഡോഗ് പാമ്പിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോഗും പാമ്പും കൂടെ ഒരു മുഖാമുഖം എൻകൗണ്ടർ ഉണ്ടാവും. അത് പലപ്പോഴും മിനിറ്റുകളോളം നീണ്ടു നിൽക്കും, ചിലത് അരമണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഈ അരമണിക്കൂർ സമയം കൊണ്ട് ഡോഗ് പാമ്പിനെ പ്രകോപിപ്പിക്കുന്നത് കാരണം പാമ്പിൻ്റെ ശരീരത്ത് അഡ്രിനാലിൻ എന്ന ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അതുകൊണ്ട് ഗ്ലാൻഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വെനം സാക്കിൻ്റെ ഉള്ളിൽ കൂടുതൽ വെനം വന്ന് നിറയുകയും ചെയ്യും. ഈ വെനം എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഡോഗിനെ പാമ്പ് കടിക്കുമ്പോൾ അത്രയും ഒരുപാട് അളവിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് അളവ് വെനം ശരീരത്തിൻ്റെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നതോടുകൂടി ഡോഗിന് എൻവനമേഷൻ്റെ ക്ലിനിക്കൽ സയൻസ് കാണിക്കാനും മരണത്തിനുള്ള സാധ്യതയും കൂടുന്നു. അതുകൊണ്ടാണ് ഡോഗിനെ പാമ്പ് കടിക്കുമ്പോൾ മരണസാധ്യത ഹ്യൂമൻസിനെ കടിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ക്ലിനിക്കൽ സയൻസ് എന്ന് നോക്കാം. കോബ്രയും ക്രെയിറ്റും നെർവസ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ രക്തചംക്രമണ സർക്കുലറി സിസ്റ്റത്തെ ബാധിക്കുന്ന വൈപ്പർ ഫാമിലിയിൽപ്പെട്ട, അതായത് റസൽസ് വൈപ്പർ, പിന്നെ സാസ്കെയിൽഡ് വൈപ്പർ, ഈ രണ്ട് വൈപ്പർ കടിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ വിഷം അഥവാ വെനം ശരീരത്തെ ബാധിക്കുന്നു കോബ്രയും ക്രെയിറ്റും കടിക്കുമ്പോൾ. ഉദാഹരണത്തിന് കോബ്ര കടിച്ചു കഴിഞ്ഞാൽ ന്യൂറോടോക്സിക് സ്നേക്കാണ്, വളരെ പെട്ടെന്ന് ബ്രെയിനിനെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിന് വലിയൊരു വിറയൽ സംഭവിക്കുന്നു, കൺവൾഷൻസ് ഉണ്ടാകുകയും ഡോഗിൻ്റെ വായിൽ നിന്നും സോപ്പിൻ്റെ പത പോലെയുള്ള ഒരുപാട് ഉമിനീര് ധാരയായിട്ട് പ്രവഹിക്കുകയും ചെയ്യുന്നു. അത്തരം ഒരു സിംറ്റം ഈ കോബ്രയ്ക്ക് മാത്രമേ പൊതുവേ ഉണ്ടാകാറുള്ളൂ, ക്രെയിറ്റിനും ഉണ്ടാകാറുള്ളൂ. പക്ഷേ ക്രെയിറ്റിൽ നിന്ന് കടി കിട്ടിക്കഴിഞ്ഞാൽ പൊതുവേ രക്ഷപ്പെടാറില്ല. അതിന് എന്ത് ചികിത്സ നടത്തിയിട്ട് പൊതുവേ കാര്യമൊന്നുമില്ല. മിക്കവാറും ഒക്കെ അത് മരണത്തിന് അടിപ്പെട്ട് പോകും. കോബ്ര കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്തുവാനുള്ള സമയം കുറേ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ക്ലിനിക്കൽ സൈൻ, നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ക്ലിനിക്കൽ സൈൻ. വായിന്ന് സോപ്പിൻ്റെ പത പോലെയുള്ള പത ഒഴുകുകയും പിന്നെ ശരീരത്തിന് അനിയന്ത്രിതമായ വിറയൽ, കൺവൾഷൻസ് ഉണ്ടാകുകയും ചെയ്യും. അതിന് കൃത്യമായിട്ടുള്ള മറുമരുന്നുണ്ട്. കോബ്ര എൻവനമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പോളിവാലൻ്റ് ആൻറ്റിവെനമുണ്ട്, അതാണ് കൃത്യമായ ചികിത്സ. ആദ്യത്തെ 3 മണിക്കൂറിനെയാണ് നമ്മൾ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും. ചികിത്സ കിട്ടുന്നെങ്കിൽ തന്നെ ആദ്യത്തെ 3 മണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടണം. അതിനെയാണ് നമ്മൾ ഗോൾഡൻ അവേഴ്സ് പറയുന്നത്. ഗോൾഡൻ അവേഴ്സ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ നിമിഷവും അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ന്യൂറോടോക്സിക് ആയാലും ഹീമോടോക്സിക് ആയാലും അതിൻ്റെ ഗോൾഡൻ അവേഴ്സിൽ കിട്ടണം. ഈ ന്യൂറോടോക്സിക് സ്നേക്കിന് പൊതുവേ ഗോൾഡൻ അവേഴ്സ് 2 മണിക്കൂറിൻ്റെ അകത്ത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം.
അതും ഡോസ്, കുത്തിവെച്ച വെനത്തിൻ്റെ ഡോസ് അനുസരിച്ചിരിക്കും. ഒരുപാട് ഡോസ് ഓഫ് വെനം അകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപക്ഷെ മരണം സംഭവിച്ചേക്കാം. ഇനി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തന്നെ എല്ലായിടത്തും ആൻറ്റിവെനം കാണണമെന്നില്ല. ആൻറ്റിവെനത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് മാത്രമേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ആൻറ്റിവെനം മാത്രമാണ് ഇതിൻ്റെ ചികിത്സ. ഇനി ഹീമോടോക്സിക് സ്നേക്സ്, അത് വൈപ്പർ ഫാമിലിയിൽ പെട്ട് കഴിഞ്ഞാൽ, വൈപ്പർ, റസൽസ് വൈപ്പർ ആകട്ടെ, സോസ്കെയിൽഡ് വൈപ്പർ ആകട്ടെ, സോസ്കെയിൽഡ് വൈപ്പറിന് റസൽസ് വൈപ്പറിൻ്റെ അത്രയും വിഷമില്ല. പലപ്പോഴും സോസ്കെയിൽഡ് വൈപ്പർ കടിച്ചാൽ രക്ഷപ്പെട്ടു പോകും, ചികിത്സയൊന്നും ഇല്ലാതെ തന്നെ ചില കേസുകൾ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ റസൽസ് വൈപ്പർ കടിച്ചു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൻകൗണ്ടറിന് ശേഷമായിരിക്കും പാമ്പ് ഡോഗിനെ കടിക്കുക. അപ്പോൾ ഒരു സൂപ്പർ ലീത്തൽ, അതായത് കൊല്ലാൻ ആവശ്യമായ ഒരു വെനത്തിൽ കൂടുതൽ ഡോസ് വെനം അകത്ത് കയറുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മുഖത്തെല്ലാം നീര് വരുന്നു. കൃത്യമായ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കും, ഓക്കാനിച്ച് ഛർദ്ദിക്കും, അതിലൊരുപക്ഷെ രക്തം കണ്ടേക്കാം. അതുപോലെ തന്നെ കടിച്ച സ്ഥലത്ത് വലിയൊരു നീര് ഡെവലപ്പ് ചെയ്യുന്നു, ഈ ഡോഗ് വല്ലാതെ അണയ്ക്കുന്നു, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട്. ഇത്തരം ക്ലിനിക്കൽ സയൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കാകെ ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് ആൻറ്റിവെനം ഉള്ള ഏതെങ്കിലും ഒരു വെറ്ററിനറി ഡോക്ടറുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ആൻറ്റിവെനം കയ്യിലുള്ള ഏതെങ്കിലും വെറ്ററിനറി ഡോക്ടർ അല്ലെങ്കിൽ ആൻറ്റിവെനം കൈ ഉള്ള ഏതെങ്കിലും ഒരു മൃഗാശുപത്രി എത്തിക്കുക എന്നുള്ളതാണ്. ആൻറ്റിവെനം മാത്രമേ ചികിത്സയായിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഡോഗിന് മറ്റുള്ള ഫെസിലിറ്റീസ്, ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കോബ്ര എൻവെനമേഷന് റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടാകാം, ഒരുപക്ഷെ വെന്റിലേറ്റർ, ഓക്സിജൻ സപ്ലൈ ഒക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഉള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. അപ്പോൾ അത് ഗ്രാമാന്തരീക്ഷങ്ങളിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഏതാണ്ട് 180 മേൽ സ്നേക്ക് എൻവെനമേഷൻ അറ്റൻഡ് ചെയ്ത ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കൊരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ട കാര്യങ്ങളാണ് ഞാനിതുവരെ പറഞ്ഞത്.